ಅರುಮುಗ ಚರಬಣ ಬಾಬಾ ಸ್ವಾಮಿಯ ಕೈ ತೊಳೆದು ಅರುಮುಗ ಚರಬಣ ಬಾಬಾ ಸ್ವಾಮಿಯ ಕೈ ತೊಳೆದು ತಿರುನಮತ ಪಾಡಿ ಬರುತ್ತೋ ನಾವಿ ಬರಾದ ಪಡೆದು ಅರುಮುಗ ಚರಬಣ ಬಾಬಾ ಸ್ವಾಮಿಯ ಕೈ ತೊಳೆದು ತಿರುನಮತ ಪಾಡಿ ಬರುತ್ತೋ ನಾವಿ ಬರಾದ ಎಂಡ ಪಂಡ ಬೇರ್ಸಿ ತಿಲಂಗು ತಿರುವಿಲ ಮನನಾಡಿ ಎಂಡ ಬರು ಕೊಳಂದ ಸ್ವಾಮಿ പക്കാതാടവും. കൊശവൻ എന്ന് പറയുന്നത് മൺപാത്ര നിർമ്മാണം ചെയ്ത് ഉപജീവനം കഴിയുന്ന ആളാണ്. അത് കുമ്പാരെന്നും അറിയപ്പെടും. പക്ഷേ ഇവരുടെ കുലദൈവമായ മാരിയമ്മയാണ്. ഈ മാരിയമ്മ പൊങ്കൽ അങ്ങനെയൊക്കെയാണ് അവരുടെ ഉത്സവങ്ങൾ. പക്ഷേ അവർക്ക് ഈ പുഴയിൽ പോയി മണ്ണ് കൊടുന്ന് പുഴൻ്റെ അരികിൽ പോയി മണ്ണ് കൊടുന്ന് അത് ചവിട്ടി കൂട്ടി ഉണ്ടാക്കി മൺപാത്രമല്ല ദൈവത്തിനെ അടക്കം വാർത്ത് ഉണ്ടാക്കുന്നവരാണ്, ശില്പികളാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഈ ശില്പം പറയുന്നത് നമ്മളിന്ന് പൂജിക്കുന്ന മുമ്പ് എല്ലാ പ്രതിഷ്ഠകളും മണ്ണുകൊണ്ടായിരുന്നു. ആ മണ്ണ് ശില്പികളാണ് നമ്മുടെ ഈ കൊശവന്മാർ. മറ്റു പൊറാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി കുശവൻ ഒറ്റപ്പൊറാട്ടാണ്. നേരത്തെ പറഞ്ഞ പാലക്കാട് ചുരം കടന്ന് വരുന്ന പരദേശക്കൂട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കുമ്പാരന്മാർ അല്ലെങ്കിൽ കുശവന്മാർ എന്ന് പറയുന്ന വിഭാഗം. പ്രത്യേകിച്ച് കൂനത്തറ അല്ലെങ്കിൽ തിരുവില്ലാമല തുടങ്ങിയ പ്രദേശങ്ങൾക്ക്, വാണിയംകുളം വരെയുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള നിരവധി ജനപദങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നെയ്ത്ത് തൊഴിലാക്കിയവർ, ലോഹപ്പണിയെടുക്കുന്നവർ, ഊത്താലകൾ വഴി ഇരുമ്പ് സംസ്കരണം നടത്തുന്ന കൊല്ലന്മാർ, അതുപോലെ തന്നെ കുമ്പാരന്മാർ, ഇങ്ങനെയുള്ള പരദേശി കൂട്ടങ്ങൾ, തൊഴിൽ കൂട്ടങ്ങളെ കേരളത്തിലെ ഐങ്കുടി കമ്മാളരെ പൊറാട്ടുകളിൽ അവതരിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പരദേശി കൂട്ടങ്ങളുടെ തൊഴിൽ ജീവിതത്തെയും പൊറാട്ടിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തിരുവില്ലാമലയിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ആ സെറ്റിൽമെൻറ്റിനകത്തുള്ളൊരു കുശവൻ തൻ്റെ കഥ പറയുന്ന കുശവ പൊറാട്ട് എന്ന് പറയുന്നത്. തൻ്റെ മുത്തശ്ശിന് പറ്റിയ ഒരു അമളിയിൽ നിന്നാണ് ഈ പൊറാട്ട് ആരംഭിക്കുന്നത്. പ്രധാനമായിട്ടും ഈ നദിക്കരയിൽ നിന്ന് ചെളിമണ്ണെടുത്ത് കൊണ്ടുവന്ന് എങ്ങനെയാണ് പാത്രമുണ്ടാക്കുന്നത് എന്നും എങ്ങനെയാണത് വിപണനം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് കുശവ പൊറാട്ടിൽ പ്രധാനമായിട്ടും അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ വേഷങ്ങളും കടന്നു വരുമ്പോൾ അവരുടെ ജീവിതം മാത്രമല്ല അവരുടെ ഭാഷയും, സവിശേഷമായ ഭാഷയും വളരെ നന്നായിട്ട് പൊറാട്ടുകളിൽ അനുകരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. മലയാള ഭാഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉപസമൂഹത്തിൻ്റെ ഭാഷയാണ് കുമ്പാരന്മാരുടെ ഭാഷ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ തൊഴിൽ സമൂഹങ്ങളിലൊക്കെയുമുള്ള ഒരു സവിശേഷത ഗൂഢഭാഷയാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഓരോ ഗൂഢഭാഷകൾ ഈ പറയുന്ന കീഴാള ജാതികളിലൊക്കെയും നമുക്ക് കാണാൻ കഴിയും. ഈ ഗൂഢഭാഷയുടെ പ്രയോഗം പോലും വളരെ രസകരമായിട്ട്, അതോടൊപ്പം തന്നെ നാട്ടുഭാഷയും ഇവരുടെ ജാതി ഭാഷയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ, ആ വാക്കുകൾക്കുണ്ടാകുന്ന രണ്ടർത്ഥം, ഇതൊക്കെയാണ് പലപ്പോഴും ഹാസ്യത്തിന് ഹേതുവായി ഭവിക്കുന്നത്. ഏത് കാര്യം ഈ പൊറാട്ടിൽ കാര്യങ്ങൾ പാട്ടാക്കി പറയണം. സംഭാഷണം ഉണ്ടെങ്കിൽ കൂടെ കാര്യങ്ങൾ പാട്ടാക്കിയിട്ടാണ് പറയണം. എൻ്റെ അപ്പൻ്റെ പുറത്തില്ലെങ്കിൽ തിരുണമലൈ നാട്, എൻ്റെ പേര് കുളന്ത സ്വാമി പക്കന്താന കൂട്, നാടും വീടും തേടിനാണ് കൊടുന്ന് ഞാനൊരു പെണ്ണ്,
കേടുംപാടും വളരെ പെട്ടിയെടുത്ത് ഞാൻ കളിമണ്ണ് കണ്ടില്ലേ. ഇപ്പം ഇങ്ങനെ ചേർത്തിപ്പാടുക. അതുപോലെ തന്നെ ഞാൻ പൊളിയിൽ പോയി കളിമണ്ണ് കുഴച്ച് കൊണ്ടുവരുന്നൊരു കൊടുമ, വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഉച്ചിയിലില്ല കുടുമ. ഇത്രയും ഭാരം ഏറ്റിക്കൊടുന്നിട്ട് അദ്ദേഹത്തിൻ്റെ തലയിലൊരു രോമവും കൂടിയില്ല, എൻ്റെ കുടുമി അടക്കം പോയി. ഇതൊക്കെ പാട്ടാക്കി അവരുടെ കഷ്ടപ്പാടുകൾ പാട്ടാക്കി പറയണം. ആദ്യം കളിച്ചത് തേനൂറ്, അത് നിന്റെ മുത്തണിരിക്കും. നിങ്ങ കല്യാണം കഴിച്ച എന്റെ മുത്തനായിരിക്കണം. എന്താ കാരണം കേട്ടാ? ദേശീയം വന്നിട്ടാണ്. അതൊരു കഥയാണ്. പെണ്ണിന്റെ വീട് തേനൂറ്. തേനൂരുകാരി അടുത്തുള്ള മുത്തച്ഛന്റെ മക്കള് ദേശീയം വന്നിട്ടാണ്. കെട്ടാനങ്ങട് കൂട്ടിട്ട് പോയി. പെണ്ണിന്റെ വീട് തേനൂറാണ്. കെട്ടി അങ്ങോട്ട് വണ്ടിയിലങ്ങട് കെട്ടി അങ്ങോട്ട് ഇരുത്തി. അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും തൊട്ടു നോക്കി പെണ്ണില്ലാണ്ടായി. ഞാനതിനെ വേണ്ട വെച്ചു. അതെ, അപ്പൊ ചെടിയാനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. തേനൂരുകാരി കൂടുതൽ കെട്ടാൻ പോയവരെന്ത് ചെയ്ത്? തേനാണ് പറഞ്ഞ അവിടെ നിന്ന് വരെ തൊട്ടു നോക്കി വീടൊക്കെ വിളിച്ച് പെണ്ണുമില്ല. ഇരുന്നിരുന്ന് പണിയെടുത്ത് ഇടുപ്പിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും നൂർന്ന് നിൽക്കാൻ. അപ്പോൾ ഒരു വടിയും പിടിച്ചിട്ടാണ് വരുന്നത്. എൻ്റെ അപ്പൻ്റെ പേര് തെറ്റിയില്ലെങ്കിൽ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ അതാണ് കൊശോപ്പൊറാട്ട്. എന്താണ്ടപ്പാ അമ്പിളിയെ എന്നെ പിടികിട്ടിയാണപ്പാ. അറുമുഖ ചരവണ ബാബ സ്വാമിയെ കൈ തൊഴുത്